നക്ഷത്ര നിബിഡമായ ആകാശത്തിന് താഴെ മാനവരാശിയുടെ വിധി നിർണ്ണയിക്കുന്ന ജ്യോതിഷ തന്ത്രത്തിൽ പുണർതം നക്ഷത്രത്തിന് സവിശേഷവും അതീവ ഗഹനവുമായ ഒരു സ്ഥാനമാണുള്ളത്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ഏഴാമത്തേതാണ് പുണർതം. എന്നാൽ കേവലം ക്രമസംഖ്യയിൽ ഒതുങ്ങുന്നതല്ല ഈ നക്ഷത്രത്തിന്റെ മഹത്വം. പുനർ എന്നും വസു എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് പുനർവസു എന്ന നാമമുണ്ടായത്. പുനർ എന്നാൽ വീണ്ടുമെന്നും വസു എന്നാൽ പ്രകാശമല്ലെങ്കിൽ നന്മ എന്നുമാണ് അർത്ഥം. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും നഷ്ടപ്പെട്ടവ തിരികെ പിടിക്കുന്നതിലേക്കുമുള്ള ഒരു മടക്കയാത്രയാണ് ഈ നക്ഷത്രത്തിന്റെ അന്തസത്ത. പുണർതം നക്ഷത്രത്തിന്റെ പ്രതീകം ആവനാഴിയാണ്. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് ലക്ഷ്യം ഭേദിച്ച ശേഷം വേട്ടക്കാരന്റെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്ന സങ്കല്പം ഈ നക്ഷത്രക്കാർക്ക് അചഞ്ചലമായ ആത്മവിശ്വാസം നൽകുന്നു. ജീവിതത്തിൽ എത്ര വലിയ തകർച്ചകൾ നേരിട്ടാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇവർക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്. നഷ്ടപ്പെട്ട പദവികൾ തിരികെ ലഭിക്കാനും പരാജയപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വിജയക്കൊടി പാറിക്കാനും പുണർതം നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നത് ഈ ആവനാഴിയുടെ തത്വം നമ്മെ പഠിപ്പിക്കുന്നു. നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭകരമായ വ്യാഴമാണ് ഈ നക്ഷത്രത്തിന്റെ ഭരണാധിപൻ. വിജ്ഞാനത്തിന്റെയും ധർമ്മത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമാണ് വ്യാഴം. അതിനാൽ തന്നെ പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ സഹജമായ ഒരു നീതിബോധവും സത്യസന്ധതയും കാണാൻ കഴിയും. അവർ ലോകത്തെ നോക്കിക്കാണുന്നത് വെറും ഒരു ഭൗതിക കണ്ണാടിയിലൂടെയല്ല, മറിച്ച് ആഴത്തിലുള്ള തിരിച്ചറിവുകളിലൂടെയാണ്. ദേവമാതാവായ അതിഥിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. പരിധികളില്ലാത്ത ആകാശം പോലെ വിശാലമായ ഹൃദയവും സകല ചരാചരങ്ങളോടും കരുണ കാണിക്കാനുള്ള മനസ്സും ഇവർക്ക് അതിഥിയുടെ അനുഗ്രഹമായി ലഭിക്കുന്നു. മിഥുനത്തിന്റെയും കർക്കടകത്തിന്റെയും സവിശേഷതകൾ സമന്വയിക്കുന്ന ഇടമാണ് പുണർതം. ആദ്യ 3 പാദങ്ങൾ മിഥുനം രാശിയിലും അവസാന പാദം കർക്കടകത്തിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ബുധന്റെ ഭൗതികമായ വേഗതയും ചന്ദ്രന്റെ വൈകാരികമായ ആഴവും ഈ നക്ഷത്രത്തിൽ ഒത്തുചേരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ചിന്തകരും അതോടൊപ്പം തന്നെ ആർദ്രഹൃദയരായ ഒരു വ്യക്തിത്വത്തിനുടമകളുമായിരിക്കും ഇവർ. ലോകം കണ്ട ഏറ്റവും വലിയ ധർമ്മ വിഗ്രഹമായ ശ്രീരാമചന്ദ്രൻ ജനിച്ചത് പുണർതം നക്ഷത്രത്തിലാണെന്നത് ഈ നക്ഷത്രത്തിന്റെ പവിത്രതയും ധാർമ്മികമായ ഔന്നിത്യവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. സംഖ്യാശാസ്ത്ര പ്രകാരം 3 എന്ന സംഖ്യയുമായി അഭേദ്യമായ ബന്ധമാണ് ഈ നക്ഷത്രത്തിനുള്ളത്. ഈ സംഖ്യയും വ്യാഴത്തിന്റെ സ്വാധീനവും ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്? ഏത് മേഖലയിലാണ് ഇവർക്ക് തിളങ്ങാൻ സാധിക്കുക? പ്രണയത്തിലും കരിയറിലും ആരോഗ്യത്തിലും പുണർതം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നാം തേടുന്നത്. സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിനും അതിന്റെ ഭരണാധിപനായ ഗ്രഹവുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യകളുണ്ടാകും. പുണർതം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതിനാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ 3 ആണ്. വ്യാഴം വിജ്ഞാനത്തിന്റെയും വികാസത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ 3 എന്ന സംഖ്യ പുണർതം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നു. 3, 12, 21, 30 എന്നീ തീയതികൾ ഇവർക്ക് ശുഭകരമാണ്. ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാനോ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനോ ഈ സംഖ്യകൾ ഇവർക്ക് ഗുണകരമാകും. 3 എന്ന സംഖ്യ ഇവരുടെ സ്വഭാവത്തിൽ സർഗാത്മകതയും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ 7, 9 എന്നീ സംഖ്യകളും ഇവർക്ക് ഭാഗ്യദായകമായി കണക്കാക്കപ്പെടുന്നു. 7 ആത്മീയതയെയും 9 കർമ്മശേഷിയെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 8 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർ പൊതുവെ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. കാരണം ശനിയുടെ സ്വാധീനം ചിലപ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. പുണർതം നക്ഷത്രക്കാർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും സൽസ്വഭാവ ലക്ഷണമുള്ളവരുമാണ്. ഇവരുടെ സ്വഭാവത്തെ ചില മേഖലകളായി തിരിക്കാം. തോൽവിയിൽ തളരാത്ത മനസ്സ് പുണർതത്തിന്റെ പ്രത്യേകതയാണ്. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് പോലെ തങ്ങൾ വിഭാവനം ചെയ്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പരാജയപ്പെട്ടാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക എന്നതാണ് ഇവരുടെ ജീവിത മന്ത്രം. ഇവർ ആർഭാടങ്ങളെക്കാൾ കൂടുതൽ ലാളിത്യത്തിന് മുൻഗണന നൽകുന്നവരാണ്. മറ്റുള്ളവരോട് വിനയത്തോടും കരുണയോടും കൂടി പെരുമാറാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഇവർക്കുണ്ടെങ്കിലും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാനുള്ള കഠിനാധ്വാനം ഇവർ ചെയ്യും. ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് മടിയാണ്. സത്യസന്ധത ഇവരുടെ മുഖമുദ്രയാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ആരുടെ മുന്നിലും ഇവർ തലകുനിക്കില്ല. പുണർതം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല വ്യാഴത്തിന്റെ സ്വാധീനത്താൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അറിവ് പകർന്നു നൽകുന്നതിൽ ഇവർ മിടുക്കരാണ്. അതിനാൽ മികച്ച അധ്യാപകർ, പ്രൊഫസർമാർ, ഗവേഷകർ എന്നിവർ ഈ നക്ഷത്രത്തിൽ ജനിക്കാറുണ്ട്. എഴുത്തിലും പ്രസംഗത്തിലും ഇവർക്ക് പ്രത്യേക വാസനയുണ്ടാകും. നല്ലൊരു എഴുത്തുകാരനാകാനോ പത്രപ്രവർത്തകനാകാനോ ഇവർക്ക് സാധിക്കും. സത്യസന്ധത ഉള്ളതുകൊണ്ട് നിയമപാലകർ, ജഡ്ജിമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എന്നീ നിലകളിൽ ഇവർ ശോഭിക്കുന്നു.
മിഥുനക്കൂറിലുള്ള പുണർദം നക്ഷത്രക്കാർ വ്യാപാരത്തിൽ മികച്ച നേട്ടമുണ്ടാക്കും. ആശയവിനിമയ ശേഷി ബിസിനസ്സിൽ വളരാൻ ഇവരെ സഹായിക്കുന്നു. ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും 30 വയസ്സിന് ശേഷം ഇവരുടെ സാമ്പത്തിക നില ഭദ്രമാകും. അനാവശ്യമായി പണം ചെലവഴിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. എങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനായി പണം നൽകി ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഉണ്ടായേക്കാം. കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലും മക്കളെ ഉത്തമമായ രീതിയിൽ വളർത്തുന്നതിലും ഇവർ ശ്രദ്ധാലുക്കളാണ്. പങ്കാളിയോട് അമിതമായ സ്നേഹവും കരുതലും ഇവർ കാണിക്കും. എന്നാൽ ഇടയ്ക്ക് അനുഭവപ്പെടുന്ന ആത്മീയ ചിന്തകൾ കുടുംബജീവിതത്തിൽ ചെറിയ അകൽച്ചകൾക്ക് കാരണമായേക്കാം. പൊരുത്തമുള്ള പങ്കാളിയെ ലഭിച്ചാൽ പുണർദം നക്ഷത്രക്കാരുടെ ജീവിതം സ്വർഗ്ഗതുല്യമാകും. നല്ല മക്കളെ ലഭിക്കാൻ ഭാഗ്യമുള്ളവരാണിവർ. മക്കൾ വഴി ഇവർക്ക് പിൽക്കാലത്ത് വലിയ ബഹുമാനവും സന്തോഷവും ലഭിക്കും. വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ ഒരു വലിയ നിര തന്നെ ഇവർക്കുണ്ടാകും. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതിലും പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുന്നതിലും ഇവർ മുൻപന്തിയിലായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പുണർദം നക്ഷത്രക്കാർ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവ വരാതെ സൂക്ഷിക്കണം. മിഥുനക്കൂറിലുള്ളവർക്ക് നാഡീ സംബന്ധമായ പ്രശ്നങ്ങളും കർക്കടകക്കൂറിലുള്ളവർക്ക് ഉദരരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. മിതമായ ഭക്ഷണക്രമവും കൃത്യമായ വ്യായാമവും ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. മഞ്ഞൾ, തേൻ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇവർക്ക് ഗുണകരമാണ്. മേടം നവാംശത്തിൽ ഉൾപ്പെട്ട പുണർദം 1-ാം പാദക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനമാണുള്ളത്. ഇവർ അല്പം ദേഷ്യമുള്ളവരും എന്നാൽ ഊർജ്ജസ്വലരുമായിരിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് 1-ാം പാദക്കാർ. ഇടവം നവാംശത്തിൽ ഉൾപ്പെട്ട പുണർദം 2-ാം പാദക്കാർ ശുക്രന്റെ സ്വാധീന വലയത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഇവർ ലൗകിക സുഖങ്ങളിൽ താല്പര്യമുള്ളവരും കലകളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. നല്ല ശബ്ദവും ആകർഷണീയതയും ഇവർക്കുണ്ടാകും. മിഥുനം നവാംശത്തിൽ ഉൾപ്പെട്ട പുണർദം 3-ാം പാദക്കാർ ബുധന്റെ സ്വാധീനത്തിലുള്ളവരാണ്. ഇവർ അതീവ ബുദ്ധിശാലികളും നല്ല വാഗ്മികളുമായിരിക്കും. വിദ്യാഭ്യാസത്തിൽ ഇവർ ഉന്നത വിജയം നേടും. കർക്കടക നവാംശത്തിൽ ഉൾപ്പെട്ട പുണർദം 4-ാം പാദക്കാർ ചന്ദ്രന്റെ സ്വാധീനത്തിലുള്ളതിനാൽ ഇവർ അതീവ വികാരധീനരും കുടുംബത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നവരുമായിരിക്കും. പുണർദം നക്ഷത്രത്തിന്റെ പൂർണ്ണ ഗുണങ്ങൾ അനുഭവിക്കുന്നത് ഈ പാദക്കാരാണ്. ഭാഗ്യനിറം നോക്കുമ്പോൾ മഞ്ഞയാണ്. വ്യാഴത്തിന്റെ നിറമായ മഞ്ഞ പുണർദം നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു. വെള്ളയും പച്ചയും ഇവർക്ക് അനുകൂലമായ മറ്റു നിറങ്ങളാണ്. ഭാഗ്യ ദിവസം വ്യാഴാഴ്ച. സുപ്രധാന കാര്യങ്ങൾ തുടങ്ങാൻ വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ്. ബുധനാഴ്ചയും തിങ്കളാഴ്ചയും ഇവർക്ക് ശുഭകരമാണ്. കൂടാതെ ബുധനാഴ്ചയും തിങ്കളാഴ്ചയും ഇവർക്ക് ശുഭകരമാണ്. മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഇവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് സഹായിക്കും. ഒരു ജ്യോതിഷന്റെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക. അതിഥിയെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ മാറാനും ആഗ്രഹ പൂർത്തീകരണത്തിനും നല്ലതാണ്. കൂടാതെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അത്യുത്തമമാണ്. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവരെ ആശയക്കുഴപ്പത്തിലാക്കാം. ഒരു കാര്യം പൂർത്തിയാക്കിയ ശേഷം അടുത്തതിലേക്ക് കടക്കുക. ലൗകിക ജീവിതവും ആത്മീയ ചിന്തകളും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കണം. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതും വ്യാഴത്തിന്റെ പ്രീതിക്ക് ഉത്തമമാണ്. പുണർദം നക്ഷത്രക്കാർ ലോകത്തിന് വെളിച്ചം നൽകാൻ ജനിച്ചവരാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരാതെ ആവനാഴിയിലെ അമ്പുപോലെ വീണ്ടും ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഇവരുടെ കഴിവ് അത്ഭുതകരമാണ്. ഭാഗ്യസംഖ്യയായ 3 ഇവരുടെ ജീവിതത്തിൽ വിജ്ഞാനത്തിന്റെയും സമൃദ്ധിയുടെയും വഴികൾ തുറന്നു നൽകുന്നു. ലാളിത്യവും സത്യസന്ധതയും കൈമുതലാക്കിയ പുണർദം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നതിൽ സംശയമില്ല. തങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഈശ്വരവിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയാൽ പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൊയ്യാൻ സാധിക്കും.